കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 11 വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ! നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. അത് നമ്മളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. അപ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് ഉത്തരം അരുളും. ഹല്ലേലൂയ! നാം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം അരുളും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്നുള്ള ഈ ശുഭമായ ഭാവിയും പ്രത്യാശയും നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്ന മക്കളാകണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! അങ്ങനെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിനെ കണ്ടെത്തണം. ഹല്ലേലൂയ! അപ്പോൾ നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകും. കർത്താവ് പറയുകയാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയും അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. കർത്താവിൻ്റെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരുപാട് പ്ലാനും പദ്ധതികളുമുണ്ട്. അതിന് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ യേശുവിൻ്റെ അതിവാത്സല്യ സ്നേഹം കൊണ്ട് യേശു നമ്മളെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്ന് 2ാം ദിവസമാണ്. അമല ധ്യാന കേന്ദ്രത്തിലാണ്. നിങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ ഞങ്ങളുടെ അമല ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ വിജയകരമായി കർത്താവിൻ്റെ കരങ്ങളിൽ എപ്പോഴും സുരക്ഷിതമായി പോകുവാനും എല്ലാം കർത്താവിൻ്റെ പദ്ധതിയിൽ നടക്കുവാനും എല്ലാം വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അമല ധ്യാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വെഞ്ഞാറമൂടാണ്. അതായത് തിരുവനന്തപുരത്തുനിന്ന് വരുന്നവർക്ക് വെഞ്ഞാറമൂട് ഇറങ്ങാം. അവിടുന്ന് ഒരു ഓട്ടോയിൽ കയറിയാൽ 60 രൂപ കൊടുത്താൽ നമ്മുടെ അമല ധ്യാന കേന്ദ്രത്തിൽ എത്താം. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുന്നത്, കൊല്ലത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ആറ്റിങ്ങിൽ ഇറങ്ങാം. ആറ്റിങ്ങിൽ നിന്ന് ബസ് കയറി വെഞ്ഞാറമൂടിൽ ഇറങ്ങിയിട്ട് 60 രൂപ കൊടുത്താൽ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഹല്ലേലൂയ! ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവിക കൃപയാലാണ്. അതായത് ദൈവത്തിൻ്റെ വളരെ അനന്തമായ നന്മകളാണ് ഇവിടെ ചൊരിയുന്നത്. വന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ ദാഹിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അമല ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് സ്വാഗതമാണ്. ഇവിടെ തികച്ചും സൗജന്യമാണ്. 1 രൂപ പോലും ആരുടെ നിന്ന് വാങ്ങിക്കുന്നില്ല. തികച്ചും സൗജന്യമായിട്ടാണ് ധ്യാനം നടത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് നിങ്ങൾ ധ്യാനം കൂട്. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. എൻ്റെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ആ വചനത്തെ ഓർത്ത് നന്ദി പറയുകയും ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനും അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ നിങ്ങളും അറിയണം. നിങ്ങൾ ഈ സത്യത്തിൽ വളരണം. യേശുവിനെ മുറുകെ പിടിക്കണം. യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. ഹല്ലേലൂയ! പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും ഒപ്പമായിരിക്കട്ടെ. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ഓരോ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണേ കർത്താവേ. എല്ലാവരും യേശുവിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ അപ്പച്ച. എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ കർത്താവേ. അങ്ങ് പറഞ്ഞല്ലോ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. കർത്താവേ, അതിനായിട്ട് എല്ലാവരെയും ഒരുക്കണമേ. ധൈര്യത്തോട് പോയി അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപയാൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ.
പ്രൈസ് ദ ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാം സമത്വം അനുഗ്രഹിക്കട്ടെ.